ഈ ഒരു വീഡിയോയിൽ പുതിയൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാം, അതുപോലെ തന്നെ സെറ്റിങ്സിൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ തുടങ്ങിയവയാണ് പറയുന്നത്. ഞാനിത് ഫോണിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ കാണുന്ന യൂട്യൂബ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് ഇതിലില്ലെങ്കിൽ youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രൗസറിൽ കാണുന്ന മുകളിലായിട്ട് കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്കിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് എനേബിൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കാണുന്ന സൈൻ ഇൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സൈൻ ഇൻ ആയിട്ടുണ്ട്. ഇനി മുകളിൽ കാണുന്ന നമ്മുടെ ജിമെയിൽ ഐഡിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് എ ചാനൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെയിമും ഹാൻഡിലും ഉണ്ട്. അതായത് നെയിം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഹാൻഡിൽ നെയിം ഇവിടെ ഓട്ടോമാറ്റിക്കലി റീഡ് ആകും, അതല്ലെങ്കിൽ നമുക്ക് വേറെ കൊടുക്കാം. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാം പുതിയൊരു ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ടത് കുറച്ച് കാര്യം. 1 കസ്റ്റമൈസേഷൻ ചെയ്യണം, 2 ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം, 3 കുറച്ച് സെറ്റിംഗ്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കിവിടെ കസ്റ്റമൈസേഷൻ ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ കാണുന്ന ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ചാനൽ ഐക്കണിൽ ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ യൂട്യൂബ് സ്റ്റുഡിയോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് കുറെ ഓപ്ഷൻസ് കാണാം. ഇതിൽ കസ്റ്റമൈസേഷന്റെ ഒരു ഐക്കൺ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യാം. കസ്റ്റമൈസേഷനിൽ ഇവിടെ പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ നമുക്ക് ആദ്യം ബാനർ സെറ്റ് ചെയ്യണം. ഈ ബാനർ എന്ന ഓപ്ഷനിൽ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗാലറിയിൽ നിന്ന് ഒരു ബാനർ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പ്രൊഫൈൽ പിക്ചർ ആണ്. ഈ പിക്ചർ എന്നുള്ള ഭാഗത്ത് അപ്ലോഡ് സെലക്ട് ചെയ്ത് ഗാലറിയിൽ നിന്ന് നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ചാനലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ലിങ്ക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒക്കെ ലിങ്ക് ഇവിടെ നമുക്ക് ആവശ്യമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ താഴെയായിട്ട് ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇവിടെ വീഡിയോ വാട്ടർമാർക്ക് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇത് നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഐക്കണും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുത്തിട്ടുള്ള അതേ ഇമേജ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ടൈം ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റയർ വീഡിയോ എന്നുള്ളത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഹോം ടാബ് എന്നൊരു ഓപ്ഷനാണ്. ഇത് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ട്രെയിലറും അതുപോലെ തന്നെ പ്ലേലിസ്റ്റും ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിലിപ്പോൾ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന പബ്ലിഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വ്യൂ ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ നമ്മൾ സെറ്റ് ചെയ്ത പ്രൊഫൈൽ പിക്ചറും ബാനറും ഒക്കെ ഇവിടെ സെറ്റ് ആയിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഇവിടെ താഴെ കാണുന്ന സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെറ്റിംഗ്സിൽ ഇവിടെ ചാനൽ സെലക്ട് ചെയ്യാം. ചാനലിൽ ഇവിടെ ബേസിക് ഇൻഫോ ആണ് ആദ്യമുള്ളത്. ഇതിൽ നമുക്ക് കൺട്രി ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് താഴെയായിട്ട് കീവേഡ്സ് എന്ന ഓപ്ഷൻ കാണാം. ഇത് നമ്മുടെ ചാനൽ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ആയിട്ട് ഇവിടെ ഉള്ളത് ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഇത് എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവ് പോകാനും അതുപോലെ തന്നെ കസ്റ്റം തംബ്നെയിൽ ആഡ് ചെയ്യാനും 15 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഇതിനായിട്ട് വെരിഫൈ ഫോൺ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ കൺട്രിയും ഫോൺ നമ്പറും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് വഴി കോഡ് കിട്ടാനുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിൽ വന്നിട്ടുള്ള വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് ഫീച്ചർ എനേബിളും ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ളത് മൂന്നാമത്തെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ്. ഇത് എനേബിൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്കൊരു വീഡിയോ ഒരു 6 മിനിറ്റ് ഉള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ID ഉപയോഗിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് ചാനൽ ഹിസ്റ്ററി അനുസരിച്ച് ഇത് എനേബിൾ ആകുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഹിസ്റ്ററി ഉപയോഗിച്ചുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ഇത് എനേബിൾ ആകാൻ കുറച്ച് ദിവസം പിടിക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴെ
താഴെ കാണുന്ന സേവ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.